ഷാങ്ഹായ് ഉച്ചകോടിക്ക് തുടക്കമായി അമേരിക്കയ്ക്കുള്ള ശക്തമായ സന്ദേശവുമായി നരേന്ദ്രമോദിയും പുടിനും ഷീ ജിൻപിങ്ങും ഒരേ വേദിയിൽ. ഫോട്ടോ സെഷന് മുമ്പ് മൂന്ന് നേതാക്കളും ഹ്രസ്വ ചർച്ച നടത്തി. വേദിയിലേക്ക് മോദി എത്തിയത് പുടിനൊപ്പമാണ്. വിവരങ്ങളുമായി കെ പ്രശാന്ത് ചേരുന്നുണ്ട്. പ്രശാന്ത്, ഇത് ട്രംപിനുള്ള ഒരു സന്ദേശം കൂടിയാണ് ഈ ഒരു കൂടിക്കാഴ്ച. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഗോപിക, തീർച്ചയായും നിലവിലെ സാഹചര്യം നമുക്കറിയാം. അധിക തീരുവ ഉൾപ്പെടെയുള്ള സമ്മർദ്ദങ്ങൾ ഇന്ത്യക്ക് മുകളിലേക്ക് അമേരിക്ക കെട്ടിവെച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ആദ്യഘട്ടത്തിൽ അത് 25% പിന്നീട് 50% അത് വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അതിൽ ഏറ്റവും പ്രധാന ഘടകമായി നിൽക്കുന്നത് റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങുന്നു എന്നുള്ളത് തന്നെയാണ് അമേരിക്കയെ പ്രകോപിപ്പിച്ചത്. പക്ഷേ ആ ഒരു സൗഹൃദം കളയാൻ രാജ്യം ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് പ്രധാനമന്ത്രിയുടെ ഷാങ്ഹായ് ഉച്ചകോടിയിലെ ഈ സന്ദർശനം കൊണ്ട് തന്നെ, ഈ നിലപാടുകൾ കൊണ്ട് തന്നെ വ്യക്തമാണ്. മൂന്ന് നേതാക്കൾ ഷീ ജിൻപിങ്ങിനൊപ്പം തന്നെ വ്ളാഡിമിർ പുടിനും മൂന്നുപേരും കൂടി ഒന്നിച്ച് നടക്കുകയും ഒപ്പം തന്നെ ചില സംഭാഷണങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്തു. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, ആ ഉച്ചകോടി നടക്കുന്ന പ്ലീനറി സമ്മേളനം നടക്കുന്ന വേദിയിലേക്ക് പ്രധാനമന്ത്രിയെ സ്വീകരിച്ച് കൊണ്ടുപോയത് വ്ളാഡിമിർ പുടിനാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. സ്വാഭാവികമായും അത് ട്രംപിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശമാണ്. അതായത് അമേരിക്കൻ നിർദ്ദേശത്തിനോ ഇത്തരത്തിലുള്ള വിലപേശകളിലേക്കോ വഴങ്ങി ഒരു സൗഹൃദമില്ലാതാക്കാൻ, ഒരു വാണിജ്യ സംവിധാനം ഇല്ലാതാക്കാൻ രാജ്യം ആഗ്രഹിക്കുന്നില്ല. അത് വളരെ കൃത്യമായി മുന്നോട്ട് പോകും എന്ന സന്ദേശം തന്നെയാണ് പ്രധാനമന്ത്രി നൽകിയിരിക്കുന്നത്. മൂന്ന് നേതാക്കളും ഒന്നിച്ച ചെറിയ സമയമാണെങ്കിൽ പോലും ചർച്ചകൾ നടത്തുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അതൊരു ചെറിയ ചർച്ചയായി മാത്രം നമുക്ക് കാണാൻ കഴിയില്ല. കാരണം അത് വിവർത്തനം ചെയ്ത് കൊടുക്കുന്ന ആളുകൾ, പരിഭാഷ ചെയ്ത് കൊടുക്കുന്ന വാക്കുകൾ പരിഭാഷ ചെയ്ത് കൊടുക്കുന്ന ആളുകളടക്കം, ഉദ്യോഗസ്ഥരടക്കം പ്രധാനമന്ത്രിക്കും ഒപ്പം തന്നെ ഈ മറ്റ് രണ്ട് പ്രധാനമന്ത്രിക്ക് ഒപ്പം തന്നെ മറ്റ് ആളുകൾക്കൊപ്പം ഉണ്ടായിരുന്നു, നേതാക്കൾക്കൊപ്പം ഉണ്ടായിരുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. സ്വാഭാവികമായും അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം അതിൽ ഏറ്റവും സൗഹൃദ സംഭാഷണം മാത്രമായിരുന്നുവെങ്കിൽ അവർ മൂന്നുപേരും കൂടി അത്തരമൊരു ചർച്ച മാത്രം നടത്തി അവസാനിപ്പിച്ചേനെയിരുന്നു. പക്ഷേ അതിനപ്പുറത്തേക്ക് ഒരു പ്രാധാന്യം വരുന്നത് പരിഭാഷ നടത്തുന്ന ഉദ്യോഗസ്ഥരടക്കം ഈ മൂന്ന് നേതാക്കൾക്കൊപ്പം ഉണ്ടായിരുന്നു. അവർ സംസാരിക്കുന്നത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഏറ്റവും രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു കൂടിക്കാഴ്ച അല്ലെങ്കിൽ ഒരു സൗഹൃദം പങ്കിടൽ എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. മാത്രമല്ല, അവിടേക്ക് പ്രധാനമന്ത്രി എത്തുന്നു. പ്രധാനമന്ത്രി എത്തുമ്പോൾ പുടിൻ അദ്ദേഹത്തെ സ്വീകരിക്കുന്നു. ഇരുവരും കെട്ടിപ്പിടിക്കുന്നു. അതിനുശേഷമാണ് ഷീ ജിൻപിങ്ങിനെ കാണുന്നത്, കൈ കൊടുക്കുന്നു. അങ്ങനെ ചെറിയ നേരമുള്ള സംസാരമാണെങ്കിൽ പോലും അതിന് ലോകരാജ്യങ്ങൾക്കിടയിൽ പോലും വലിയ പ്രാധാന്യമുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. ഇനിയിപ്പോൾ പ്ലീനറി സമ്മേളനത്തിന് കടക്കുമ്പോൾ അതിൽ ഷീ ജിൻപിങ് ആണ് അധ്യക്ഷത വഹിക്കുന്നത്. അദ്ദേഹം ആദ്യം സംസാരിക്കും. അതിനുശേഷം പ്രധാനമന്ത്രി, രാജ്യത്തെ പ്രതിനിധീകരിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് സംസാരിക്കുന്നത്. സ്വാഭാവികമായും നമുക്കറിയാം, റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട തർക്കം, അതുമായി ബന്ധപ്പെട്ട അസ്വാരസ്യങ്ങൾ തന്നെയാണ് പ്രധാനമായും അധിക തീരുവ. മറ്റു ചില വിഷയങ്ങൾ ന്യൂയോർക്ക് ടൈംസ് അടക്കം റിപ്പോർട്ട് ചെയ്തിരുന്നു. എങ്കിൽ പോലും പ്രധാന വിഷയം റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നു, റഷ്യ ഇന്ത്യയെ സഹായിക്കുന്നു എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള സാമ്പത്തിക സഹായങ്ങളെല്ലാം തന്നെ റഷ്യ മറ്റു വിഷയങ്ങൾക്ക് അല്ലെങ്കിൽ അമേരിക്ക ലോകരാഷ്ട്രങ്ങൾക്ക് എതിരെ അടക്കം നടക്കുന്ന നിലപാടുകൾക്കെതിരെ റഷ്യ സ്വീകരിക്കുന്നു എന്നുള്ളതൊക്കെയായിരുന്നു പ്രധാനമായും ട്രംപിനെ പ്രകോപിപ്പിച്ചത്. പക്ഷേ അത്തരം പ്രകോപനങ്ങൾക്ക് വഴങ്ങേണ്ടതില്ല എന്നുള്ളതാണ് ഇപ്പോൾ നിലവിൽ ഈ രാജ്യം തീരുമാനിച്ചിട്ടുള്ളത്, പ്രധാനമന്ത്രി തീരുമാനിച്ചിട്ടുള്ളത്. കൃത്യമായ ഒരു സന്ദേശം തന്നെയാണ്. ഷാങ്ഹായ് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നത് റഷ്യയും ഒപ്പം തന്നെ ചൈനയും അടക്കം 9 രാജ്യങ്ങളാണ്. മറ്റ് ക്ഷണിക്കപ്പെട്ട രാജ്യങ്ങളുണ്ട്. അതിഥികളായി എത്തുന്ന നേതാക്കളൊക്കെ, ലോകരാഷ്ട്ര തലവന്മാരൊക്കെ ഉണ്ട്. എങ്കിൽ പോലും ഈ ആദ്യഘട്ടത്തിൽ ഈ 9 രാജ്യങ്ങളിലെ നേതാക്കന്മാർ സംസാരിക്കും. ആ സമയത്തൊക്കെ തന്നെ പൊതുവായൊരു നിലപാട് മുന്നോട്ട് വയ്ക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും അധിക തീരുവ വിഷയത്തിലടക്കം ഒരു തരത്തിലും ട്രംപുമായോ അമേരിക്കൻ സർക്കാരിന് മുന്നിലേക്ക് കീഴടങ്ങാൻ തയ്യാറാകുന്നില്ല എന്ന സന്ദേശം തന്നെയാണ് ഈ മൂന്ന് രാജ്യങ്ങൾ നൽകുന്നത്. മാത്രമല്ല, അത് ഇന്ത്യക്ക് നേരെ മാത്രമല്ല ഈ അധിക തീരുവ ചുമത്തിയിട്ടുള്ളത്, ചൈനയ്ക്ക് നേരെയും ഇത്തരത്തിലൊരു സാഹചര്യമുണ്ട്. സ്വാഭാവികമായും ഈ മൂന്ന് രാജ്യങ്ങളും ഒന്നിച്ച് മുന്നോട്ട് പോകാൻ തീരുമാനിക്കുന്ന ഒരു പശ്ചാത്തലം ഉടലെടുക്കുകയാണെങ്കിൽ അത് വലിയ തരത്തിൽ ലോകരാഷ്ട്രങ്ങൾക്ക് ചർച്ചയാവുകയും വലിയ മാറ്റത്തിന് തന്നെ തുടക്കം കുറിക്കുകയും ഒക്കെ ചെയ്യും. ഗോപിക, ശരി. ഷാങ്ഹായ് ഉച്ചകോടിക്ക് തുടക്കമായി അമേരിക്കയ്ക്കുള്ള ശക്തമായ സന്ദേശവുമായി നരേന്ദ്രമോദിയും പുടിനും ഷീ ജിൻപിങ്ങും ഒരേ വേദിയിൽ. കെ പ്രശാന്താണ് വിവരങ്ങൾ നൽകിയത്. വോട്ടർ പട്ടിക ക്രമക്കേട്, വോട്ട് മോഷണം എന്നിവയ്ക്കെതിരെ ബീഹാറിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നടത്തിയ വോട്ടർ അധികാർ യാത്രയുടെ സമാപനം ഇന്ന് രാവിലെ 10:45 പട്നയിലെ ഗാന്ധി മൈതാനിയിൽ നിന്ന് മഹാറാലി ആരംഭിക്കും. അംബേദ്കർ പാർക്കിൽ നടക്കുന്ന പൊതുസമ്മേളനത്തോടെ വോട്ടർ അധികാർ യാത്രയ്ക്ക് ഔദ്യോഗിക സമാപനമാകും. ഇന്ത്യ സഖ്യത്തിലെ പ്രധാന നേതാക്കൾ സമ്മേളനത്തിൽ അണിനിരക്കും. ഓഗസ്റ്റ് 17 ആരംഭിച്ച യാത്ര 111 നിയമസഭാ മണ്ഡലങ്ങളിലൂടെ സഞ്ചരിച്ചാണ് അവസാനിക്കുന്നത്. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും കെ പ്രശാന്ത് ചേരുന്നുണ്ട്. പ്രശാന്ത്, 16 ദിവസം രാഹുൽ ഗാന്ധി നടത്തിയ വോട്ടർ അധികാർ യാത്രയ്ക്ക് ഇന്ന് സമാപനമാണ്.
ഈ സഖ്യത്തിന്റെ ഭാഗമല്ല എങ്കിലും സമാപന സമ്മേളനത്തിൽ തൃണമൂൽ കോൺഗ്രസും പങ്കെടുക്കുമെന്നുള്ള വാർത്തകളും വരുന്നുണ്ട്. എന്തൊക്കെയാണ് വിവരങ്ങൾ? ഗോപിക, വലിയ വിഷയമായി കോൺഗ്രസും ഒപ്പം തന്നെ ഇന്ത്യ സഖ്യവും ഏറ്റെടുത്തിരിക്കുന്നത് വോട്ട് മോഷണവും ഒപ്പം തന്നെ ബീഹാറിലെ പ്രത്യേക വോട്ടർ പട്ടിക പരിഷ്കരണവും ഒക്കെ തന്നെയാണ്. ഇനി ആ വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ കരട് പ്രസിദ്ധീകരിക്കാൻ ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. അതുമായി ബന്ധപ്പെട്ട ഹർജി സുപ്രീം കോടതിയിൽ നിൽക്കുകയും ഒക്കെ ചെയ്തു. ആ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഈ വോട്ടർ അധികാര യാത്രയുടെ സമാപന സമ്മേളനം ഇന്നിപ്പോൾ ബീഹാറിൽ നടക്കാൻ പോകുന്നത്. യാത്ര 30-ന് അവസാനിച്ചിരുന്നു. ഔദ്യോഗികമായി ഈ സമാപന പൊതുസമ്മേളനമാണ് ഇനി പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ച ഏറ്റവും നിർണായകമാണ് ബീഹാറിലെ തെരഞ്ഞെടുപ്പ്. ബീഹാറിലെ തെരഞ്ഞെടുപ്പിൽ എത്തരത്തിൽ നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്നുള്ളതാണ് പ്രധാനമായി. ഹിന്ദി ഹൃദയഭൂമിയാണ്. സ്വാഭാവികമായും അവിടെ ഉണ്ടാക്കുന്ന ചെറിയ ചലനങ്ങൾ പോലും രാജ്യത്തെ ആകെ തന്നെ പ്രതിഫലിക്കും എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ വളരെ ഗൗരവത്തോടുകൂടി തന്നെയാണ് ഈ വിഷയം നടക്കുന്നത്. മറ്റൊന്നല്ല, ബീഹാറിൽ വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ടാണെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോഴും കോൺഗ്രസ് ആരോപിക്കുന്ന വലിയ രീതിയിൽ വോട്ട് മോഷണം, ഇരട്ട വോട്ട് അടക്കം വോട്ട് മോഷണം അടക്കം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടായിരുന്നു പ്രതിഷേധം സംഘടിപ്പിച്ചത്. അത് 1300 കിലോമീറ്ററാണ് ആ യാത്ര സഞ്ചരിച്ചത്. ഒപ്പം തന്നെ ഇന്നിപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ യാത്രയിൽ തൃണമൂൽ കോൺഗ്രസിന്റെ പ്രതിനിധി അടക്കം പങ്കെടുക്കും, ഈ സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കും എന്നുള്ളതാണ്. ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമല്ല ആം ആദ്മി പാർട്ടിയും നിലവിൽ തൃണമൂൽ കോൺഗ്രസും ഉള്ളത്. പക്ഷേ അപ്പോഴും ഒരു പൊതുവിഷയം എന്ന നിലയിൽ ഒന്നിച്ചു പോകാൻ പ്രതിപക്ഷ പാർട്ടികൾ തീരുമാനിക്കുമ്പോൾ അത് കേന്ദ്ര സർക്കാരിനും BJPക്കും എതിരായ ഒരു സന്ദേശമായി മാറും. അതിനുള്ള നീക്കം തന്നെയാണ് പ്രധാനമായും ഇപ്പോൾ നടക്കുന്നത്. ഏതായാലും രാവിലെ 10:45-നാണ് ഈ യാത്ര ആരംഭിക്കുന്നതിന്റെ മഹാറാലിക്ക് തുടക്കമാകുന്നത്. അത് 12:45 അവസാനിക്കുമെന്നുള്ളതാണ് നേതാക്കൾ വ്യക്തമാക്കുന്നത്. തുടർന്ന് പൊതുസമ്മേളനം ഉണ്ടാവും. രാഹുൽ ഗാന്ധി തന്നെയായിരിക്കും പ്രധാന ആകർഷണം. ഏതായാലും കേന്ദ്ര സർക്കാരിനെതിരെയും തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയും എന്ത് നിലപാട്, പുതിയതായി എന്തെങ്കിലും വെളിപ്പെടുത്തലുകൾ ഉണ്ടാകുമോ, ഏതെങ്കിലും തരത്തിലുള്ള നിലപാടുകൾ പ്രഖ്യാപിക്കുമോ എന്നുള്ളതാണ് ഇനി അറിയാനുള്ളത്. ശരി, ഡൽഹിയിൽ നിന്നും KK പ്രശാന്താണ് വിവരങ്ങൾ നൽകിയത്.